അങ്ങനെ സ്ക്രീൻ വണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരെ സ്ക്രീൻ ടൂവിലോട്ട് പോയാലോ. തിയേറ്ററിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് തീമിലാണ് ഫുള്ളൊരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും ആദ്യം തന്നെ കാണാം. തിയേറ്ററിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നതും നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സീറ്റിലോട്ട് പോയാലോ. നമ്മുടെ തിയേറ്ററിലെ സീറ്റിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 227 കേട്ടോ. വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, ഇത് പഴയ ബാൽക്കണി ആയിരുന്നു. അത് കട്ട് ചെയ്താണ് സ്ക്രീൻ 2 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി കട്ട് ചെയ്ത് ഇത്രയും കൂടുതൽ സീറ്റുള്ളത് ഒരു തിയേറ്റർ നമ്മുടെ അർച്ചന മാജിക് ഫ്രെയിംസ് എന്ന് പറയാം കേട്ടോ. പിന്നെ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും കൊടുത്തേക്കുണ്ട്. നോർമൽ സീറ്റാണ് നമ്മൾ ഈ കാണുന്നത്. 184 നോർമൽ സീറ്റും കാര്യങ്ങളും വരുന്നത്. 130 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇവിടം വരെയാണ് നമുക്ക് നോർമൽ സീറ്റ് വരുന്നത്. ടോട്ടൽ 184 സീറ്റാണ് നോർമലി വരുന്നത്. 130 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇനി അടുത്ത കാറ്റഗറി സീറ്റിലോട്ട് പോകാം. സോഫ സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ 34 ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. 2 കാറ്റഗറി ആയിട്ടാണ് കേട്ടോ സോഫ സീറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് റേറ്റ് 200 രൂപയാണ്. മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോയും നെയിമും കൊടുത്തേപ്പോൾ കാണാം. ഇനി അടുത്ത കാറ്റഗറിയിലോട്ട് പോവുകയാണെങ്കിൽ റിക്ലൈനർ പോർഷനിലോട്ടാണ്. റിക്ലൈനർ ഒരു സർക്കിൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 9 സീറ്റാണ് വരുന്നത്. റിക്ലൈനർ 300 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 2 സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കിയാലോ. അത്യാവശ്യം ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സീറ്റും സ്ക്രീനും തമ്മിൽ. ഇനി നമുക്ക് ഓരോ സീറ്റിലിരുന്ന് നമുക്ക് സ്ക്രീൻ സൈസും കാര്യങ്ങളും നോക്കിയാലോ. ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ നിന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബിഗ് സ്ക്രീൻ തന്നെയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഒരു സെൻറ്റർ സീറ്റിലോട്ട് പോയതിനു ശേഷം നോക്കാം. സെൻറ്റർ സീറ്റിൽ നിന്നുള്ള സ്ക്രീനിലോട്ടുള്ള സൈസാണ് കാണുന്നത്. ഇനി നമുക്ക് ഏറ്റവും ബാക്കിലൊരു സോഫയും റിക്ലൈനറിലും പോയതിനു ശേഷം നോക്കാം. സോഫ സീറ്റിലിരുന്നുള്ള ഒരു വ്യൂ ആണ് സ്ക്രീനിലോട്ടുള്ളത്. നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ബിഗ് സ്ക്രീൻ തന്നെയാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒത്തിണങ്ങിയ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും ബാക്കിലത്തെ റിക്ലൈനറിലോട്ട് പോയതിനു ശേഷം നോക്കാം സ്ക്രീൻ സൈസ് എങ്ങനെയാണ്. റിക്ലൈനർ എഴുന്നുള്ള സ്ക്രീനിലോട്ടുള്ള സൈസാണ് നമ്മളീ കാണുന്നത് കേട്ടോ. നമ്മുടെ തിയേറ്ററിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തിയേറ്ററിലെ സൗണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് 32 ചാനലാണ് ടോട്ടൽ വരുന്നത്. പൾസിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ സ്ക്രീൻ 2വിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും സ്പീക്കേഴ്സിൻ്റെ കാണാം. അവിടെയാണ് ഒരു സബ് ബൂഫർ ഇരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ സബ് ബൂഫറും വരുന്നത് കേട്ടോ. നേരത്തെ ഇതൊക്കെ വേറൊരു ഇൻറ്റീരിയർ ഡിസൈൻ ആയിരുന്നു. സബ് ബൂഫറിൻ്റെ ഇരിക്കുന്നിടത്തും മറ്റേതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ റിനോവേഷന് ശേഷം മാറ്റി. നമുക്കൊരു സ്പീക്കേഴ്സും കൂടെ ഒന്ന് നോക്കാം. പൾസിൻ്റെ സ്പീക്കേഴ്സിൻ്റെ ഒരു ലോഗോ കാര്യങ്ങൾ. തിയേറ്ററിനകത്തെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നമുക്കൊരു വിഷ്വലും കാര്യങ്ങളും കാണാം. അതിനുശേഷം നമുക്ക് പറയാം.
ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് നേരെ പ്രൊജക്ട് റൂമിലോട്ട് കയറിയിട്ട് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. പ്രൊജക്ട് റൂമിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ മുകളിലോട്ടുള്ള നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിയേറ്ററിലെ പ്രൊജക്ടറിലാണ്. നമുക്കൊരു പ്രൊജക്ടറിൻ്റെ ബാക്കി ഓരോ കാര്യങ്ങൾ നോക്കിയാലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ക്രീൻ ടൂവിലെ പ്രൊജക്ടർ റൂമിലാണ് കേട്ടോ. ഇത് മെയിൻ കൺട്രോൾ പാനൽ എന്നാണ് നമുക്ക് പറയാം. നമ്മൾ പ്രൊജക്ടറിനെ കുറിച്ചൊക്കെ പഴയത്തെ തിയേറ്റർ വീഡിയോയ്ക്ക് അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അത് കണ്ടിന്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് ചുരുക്കി പറയുന്നത് കേട്ടോ. നമുക്ക് വരുന്ന മോഡൽ നമ്പറും കാര്യങ്ങളും വരുന്നത് 2215 കേട്ടോ. CP 2215 മോഡൽ നമ്പറും കാര്യങ്ങളും വരുന്നത്. ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ടറാണ് നമുക്ക് വരുന്നത്. 3D ആണ്. 2K വിത്ത് 3D ഉണ്ട്. നമുക്കൊരു ഫുള്ളൊരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കാണാം. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമുക്ക് 3D സൂമിൻ ലെൻസുമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ക്രിസ്റ്റി CP 2215 എന്നുള്ള മോഡൽ നമ്പറും കൊടുത്തിരിക്കുന്നു. നമ്മുടെ തിയേറ്ററിനകത്ത് സൗണ്ടിലോട്ട് വരികയാണെങ്കിൽ 32 നമ്മുടെ തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റം ചാനലും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് സബ് ഓഫർ സബ് എല്ലാം കൂടെ മെയിൻ ആംബിൾ ഡോൾബിയുടെ മെയിൻ ചാനൽ എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സബ് ഓഫർ. കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് മാജിക് ഫ്രെയിംസ് അർച്ചന OD1 OD2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാൻ മറക്കരുത്. വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ വന്ന് റിവ്യൂസും കാര്യങ്ങളും എടുക്കുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം നിതിൻ. ബൈ.